എല്ലാവർക്കും സുഖാണോ? ഞങ്ങളിത് ഇവിടെ അടുത്തുള്ള ഒരു ബീച്ച് വരെ പോവാണ്, ഹിലറീസിൽ പോവാണ്. ഞങ്ങൾ വീട്ടിലിരുന്നപ്പോഴത്തേനും ഡഗ്ഗുന് ഭയങ്കര ബോറിംഗ് ആണ്. അവന് വീട്ടിലിരിക്കേണ്ട എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് വെളിയിൽ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഷോപ്പിംഗ് മോളിൽ കൊണ്ടുപോകുന്നത് അവന് ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ബീച്ചിൽ പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 5 മണിയായി, നല്ല വെയിലാണ്. എന്നിട്ടും ഞങ്ങൾ ഇവനെയും കൊണ്ട് ബീച്ചിലേക്ക് പോവാണ്. എവിടെ പോവാ ഡഗ്ഗു? ഹിർലീസിലാണ് പോകുന്നത്. അവിടെ ഫ്രണ്ട്സിനൊക്കെ കാണോ? ഡഗ്ഗു തന്നെയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. അച്ഛനും അമ്മയും ഇറങ്ങുന്നില്ല കേട്ടോ. തന്നെ ഇറങ്ങിക്കോളൂ. ആ മോളിൽ നിന്നാ മതി അല്ലേ? മോൻ തന്നെ ഇറങ്ങിക്കോളൂല്ലോ. ഓക്കെ ഡീൽ. എന്നാ നമുക്ക് ഹിലറീസ് പോയാലോ? ഓക്കെ. ഡഗ്ഗു ഇവിടെ എത്തിയേ? ഡ്രസ്സൊക്കെ മാറി റെഡിയായോ? വെള്ളത്തിലിറങ്ങാൻ റെഡിയായോ? ഏത് ഡ്രസ്സാ ഇട്ടേക്കുന്നേ? ആ ലൈൻസ് ഒക്കെ കണ്ടു. ഇനി വെള്ളത്തിലിറങ്ങാം. വാ. ഓക്കെ. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ബീച്ചിലോട്ടേക്ക് നടക്കുവാണ്. ഇങ്ങനെയാണ് കേട്ടോ ബീച്ചിലേക്ക് പോകേണ്ടത്. ഒരു ചെറിയൊരു കുഞ്ഞൊരു ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയാം, അതുപോലത്തെ ഒരു സംഭവമാണ്. കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവനും കൊണ്ട്, ഞാൻ ഡഗ്ഗുനെയും കൊണ്ട് പല പ്രാവശ്യം ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റിയൊരു ബീച്ചാണ്. ഒത്തിരി തിരമാലയൊന്നും ഇല്ലാണ്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹിലറീസ് എന്ന് പറയും. ഈ സൈഡിലൊക്കെ കാണുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. ഇതെല്ലാം ആക്റ്റീവ് ആവണമെങ്കിൽ രാത്രി ആവണം. ഇവിടെ ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും പൈസ ഉണ്ട്. ഒരു $7 $10 ഒക്കെ വെച്ചിട്ട് കൊടുക്കണേ ഇതിനകത്ത് കയറണമെങ്കിൽ. ഇതേ നോക്കിക്കേ, ബീച്ചിൽ എന്ത് തിരക്കാന്ന് കണ്ടില്ലേ? ഇനി ഒരു ഫെബ്രുവരി വരെ ഈ ബീച്ച് എല്ലാ വീക്കെൻഡിലും ബീച്ചുകളൊക്കെ ഇതുപോലെ ബിസി ആയിരിക്കും. കാരണം ഫെബ്രുവരിയിലാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ വീക്കെൻഡ്സൊക്കെ ഏറ്റവും എളുപ്പം പാരൻസിന് പിള്ളേരെയും കൊണ്ട് വരാൻ ഇതുപോലത്തെ ബീച്ചാണ്. എസ്പെഷ്യലി ഹിലറീസ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് കേട്ടോ പിള്ളേരെയും കൊണ്ട് വരാനായിട്ട്. കാരണം നമുക്ക് ഇപ്പോൾ പാരൻസിനൊക്കെ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നോട്ടം മാത്രം മതി. ഭയങ്കര റഫായിട്ടുള്ള ഒരു ബീച്ചല്ല. ഇവിടെ ഒരു സെപ്പറേറ്റ് ഏരിയ ഞാൻ പറഞ്ഞില്ലായിരുന്നു പിള്ളേർക്ക് കളിക്കാൻ. ആ വെള്ളത്തിൽ ഇപ്പോൾ കണ്ടില്ലേ, മൊത്തം പിള്ളേരെ കളിക്കുന്നത്. പാരൻസൊക്കെ ഇപ്പുറം മാറിയിരിക്കുകയാണ്. ഡഗ്ഗു എത്തിയ ഉടനെ കളി തുടങ്ങി. ഭയങ്കര കളിയാണ്. അവൻ ആരും കൂട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒറ്റയ്ക്ക് കളിച്ചോളും. വെള്ളത്തിൽ മണ്ണ് വാരിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം അവനകത്ത് കളിച്ചുകൊണ്ടിരുന്നേ. അവിടെ ഇരുന്ന് മൺകൂന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ വെള്ളമൊക്കെ വന്ന് വീണ്ടും അത് പോകും. പിന്നെയും അവിടെ ഇരുന്ന് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. ഞങ്ങൾ ഒത്തിരി നേരം കൊണ്ട് വിളിക്കുന്നുണ്ട്, മതി പോവാന്ന് പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ അവസാനം അവൻ കളി മതിയാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പോരാൻ പറഞ്ഞു. അവിടെ പോയി ഡ്രസ്സൊക്കെ പറഞ്ഞ അമ്മയുടെ മേത്തൊന്നും ആക്കരുത്, അമ്മ ടച്ച് ചെയ്യരുത്. ആ പോകുന്ന പോക്ക് കണ്ടില്ലേ? തണുത്ത് വിറച്ച് നടക്കാൻ പറ്റാണ്ട് പോകുന്നതാണ്. പെൻഗ്വിൻ പോകുന്ന പോലെ പമ്മി പോവാണ്. അവനാണെങ്കിൽ വെള്ളത്തിനകത്ത് കളിക്കുമ്പോൾ തണുപ്പൊന്നും അറിയത്തില്ല. അതിനകത്ത് നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് നല്ല കാറ്റുണ്ടായി. അവനാണെങ്കിൽ വിറച്ച് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഞങ്ങൾ അവനെ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? അപ്പം നല്ല വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ കൊണ്ടുപോകാൻ, ഡ്രസ്സൊക്കെ മാറ്റിയിട്ടൊക്കെ കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. പിന്നെ അവിടെ ഇങ്ങനെ ഇതുപോലെ ഷവർ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വൃത്തിയായിട്ട് കഴുകിച്ചിട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തന്നെ കൊണ്ടുപോകാനൊക്കെ പറ്റും. അങ്ങനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുകയാണ്. ആ ഡ്രസ്സൊക്കെ ഇട്ടതാണെങ്കിലും ഭയങ്കര തണുപ്പാണ്. അവനിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് അവൻ്റെ വേറെയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ തലയൊക്കെ തുടച്ചെടുക്കുവാണ്. ഈ ട്രെയിൻ കണ്ടില്ലേ? ഈ ട്രെയിൻ ഇവിടെ എപ്പോഴും ഉണ്ടാവുന്ന കേട്ടോ. ഇതിനകത്ത് ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അതിൽ കയറിയില്ല. അവൻ ഈ ബൈക്കിൽ കയറണമെന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനകത്ത് കയറ്റി വിട്ടേക്കുക. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റേ ഉള്ളൂ കേട്ടോ. 15 മിനിറ്റിന് നമ്മൾ $10 കൊടുത്തത്. അവനത് നന്നായിട്ട് ഓടിച്ചുകൊണ്ട് കിടന്നു കേട്ടോ. അതും കൊണ്ട് പോകുമ്പോഴത്തേനും മുന്നിൽ ആൾക്കാർ വരുമ്പോഴൊക്കെ വെട്ടിച്ച് വേറെ സൈഡിൽ കൂടെ ഒക്കെ പോകാനും
ഒക്കെ അറിയാം. അതുകൊണ്ട് നന്നായിട്ട് ഓടിച്ചു. നമ്മൾ ചുമ്മാ പുറകെ നടക്കുമായിരുന്നു അവൻ്റെ. ആരെങ്കിലും ഇടിക്കുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അവൻ നന്നായിട്ട് ഓടിച്ചു കേട്ടോ. ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, കണ്ടില്ലേ? കുട്ടികൾക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് കയറണമെങ്കിൽ എത്രയാ കാശെന്നുള്ളത് എനിക്ക് ഐഡിയ ഇല്ല. ഇത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കുള്ള കേട്ടോ. കണ്ടില്ലേ, സ്ലൈഡും അതിനകത്തോട്ട് പിള്ളേർ ചാടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയി. റെസ്റ്റോറൻ്റൊക്കെ നല്ല ആക്റ്റീവായി തുടങ്ങി. എല്ലാ റെസ്റ്റോറൻറ്റും ഫുള്ളാണ്. ഇതിനകത്ത് കയറാനായിട്ട് $7 അവർ പറഞ്ഞത്. നേരത്തെ ഞങ്ങൾ അതിനകത്ത് കയറ്റിയത് $7 അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അവർക്ക് എന്തോ ഓഫർ ഉണ്ട്, അൺലിമിറ്റഡ് ആയിരുന്നു. ഇന്ന് ഞങ്ങളൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് കേട്ടോ. ചിക്കൻ്റെയും ലാമ്പിൻ്റെയും ഒരു ഐറ്റമാണ് വാങ്ങിച്ചത്. ഇത് ചിക്കൻ ഷിഷാണ്. ഇതിനകത്ത് ചിക്കനും പിന്നെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ ഒരു റൊട്ടി പോലത്തെ ഒരു സാധനം, പൊട്ടറ്റോയും പിന്നെ റൈസും ടൊമാറ്റോയും. ഇതാണെങ്കിൽ ലാമ്പാണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിനകത്തുള്ളത്. പിന്നെ ഡഗ്ഗുന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ചിക്കൻ തന്നെയാണ് വാങ്ങിച്ചത്. അവൻ്റെ ആണെങ്കിൽ സെയിം തന്നെയാണ്, അതിനകത്ത് ചില്ലിയും ടൊമാറ്റോ ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസേർട്ട് ഓർഡർ ചെയ്തത്. കുനാഫയാണ് ഓർഡർ ചെയ്തത്. കുനാഫ ഐസ്ക്രീമിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഡിസേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ കുനാഫ ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇവിടുത്തെ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിലെ ഫുഡും ഡിസേർട്ടാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റിയാണ്. ക്വാണ്ടിറ്റി അങ്ങനെ ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല. പക്ഷെ പ്രൈസ് വൈസ് അത്യാവശ്യം എക്സ്പെൻസീവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്തൊക്കെയാണേലും ഇന്നത്തെ ഫുഡ് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച കഴിച്ച്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാർ പാർക്കിങ്ങിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്കൊക്കെ ഇതിനകത്തൊക്കെ പോയി ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ട് നടക്കാവൻ. രഘു, എങ്ങനെയുണ്ടായി ഇന്നത്തെ ദിവസം? ഇഷ്ടപ്പെട്ടോ? അടിച്ചു പൊളിച്ചോ? പിന്നെന്തൊക്കെ കഴിച്ചു? കുനാഫ കഴിച്ചു. പിന്നെ ചിക്കൻ കഴിച്ചോ? ചിക്കൻ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.